എന്നോടുള്ള വിലപേശലിനുള്ള മറുപടിയായത്. എനിക്കറിയാം ഇനി എന്താ സംഭവിക്കാന്ന്. എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. എനിക്കിനി ജീവിക്കണ്ട. എന്റെ ഒരു മറുപടി കൂടി. ഇതോടെ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുക. അരുൺ എന്ന ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റിന് അച്ഛനെ എങ്ങനെയാ പിരിച്ചയക്കുന്നത്? അത് കോടതിയിലെത്തിയാൽ നിൽക്കില്ല. അവര് കോടതിയിൽ പോട്ടെ. മനു ഇപ്പൊ പറഞ്ഞതാ പല മുതലാളിമാരും പറയുന്നത്. നിത്യജീവിതത്തിന് മാർഗമില്ലാത്ത അവരെങ്ങനെ കോടതിയിൽ പോവും? മനു പ്ലീസ്, അയാളെ തിരിച്ചെടുക്കണം. ഈ കമ്പനിയുടെ വൈസ് ചെയർമാനാ ഞാൻ. കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് അതിന് മുകളിലല്ലോ. സ്വന്തം ജോലി ചെയ്ത് ശമ്പളം വാങ്ങാൻ നോക്ക്. ഉപദേശം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അമ്മയാണല്ലോ. അമ്മയെല്ലാം അറിഞ്ഞു കാണോ? ആ അമ്മേ, എന്തുണ്ട് വിശേഷം? ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നിന്നെപ്പോലൊരു മകനുണ്ടായാൽ എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കും? എന്റെ ഭാഗത്ത് നിന്ന്. പിന്നെ എന്റെ ഭാഗത്തുനിന്നാണോ? അഞ്ജന എന്ന തൊഴിലാളി പെണ്ണുമായിട്ട് നിനക്കെന്താ ബന്ധം? അവളെ ആദരിച്ചേനാണോ? അത് സംഭവിച്ചു. ഞാൻ അത് നെഗ്ലക്ട് ചെയ്തു. നീ അവളെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്തിനു കടന്നു പിടിച്ചു? ഞാൻ പിടിച്ചെന്നോ? ഇതാരാ പറഞ്ഞത്? അമ്മയുടെ ഇമേജ് കളയുന്ന പ്രവൃത്തി ഞാൻ ചെയ്യൂ അമ്മേ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ വിശ്വാസം ഞാൻ തെറ്റിക്കില്ല, പ്രോമിസ്. ഇപ്പൊ നിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവഞ്ചന കാണിച്ചാൽ മകനായാൽ പോലും ഞാൻ ക്ഷമിക്കില്ല. ഓർമ്മിച്ചോ? ആ ജാരങ്ങി, ഒന്നിങ്ങ് വന്നേ. എന്താ ശങ്കരേട്ടാ? മോൾ ഇതുവരെ വന്നില്ല. കടയിൽ പോയതാ. വന്നില്ലേ? ഇല്ല. എസ്റ്റേറ്റിൽ വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്താ? അത് മനുസാറ് വന്നു. എന്തൊക്കെയോ അവര് സംസാരിച്ചു. പിന്നെ മനുസാറിന്റെ കരണത്ത് അഞ്ജന തല്ലുന്നതാ കണ്ടത്. ഭഗവാനെ, എന്താ ഈ കേക്കുന്നത്? ചേട്ടാ, ഒരു സിഗരറ്റ്. അറിഞ്ഞോ, നമ്മുടെ ശങ്കരേട്ടന്റെ മോളില്ലേ അഞ്ജന? അവളെ ഇവിടെ ആർക്കാ അറിയാത്തെ? നീ കാര്യം പറയടാവേ. അഞ്ജനെ കാണാനില്ലെന്ന്. ഏതാണ്ട് ചെറിയ കശപിശയുണ്ടായി. അവളാ വൈസ് ചെയർമാൻ മനുസാറിനെ തല്ലി. തല്ലിയോ? എന്താ കാര്യം? എന്താ കാര്യമൊന്നറിയില്ല. അവിടുന്ന് പോന്നേ പിന്നെ അവളെ കാണാതായത്. ഓ, അപ്പൊ സംഗതി സീരിയസ് ആണല്ലോ. നമുക്കൊന്ന് അന്വേഷിച്ചാലോ? വാടാ, നമുക്ക് ആളെൻകുട്ടി ഒന്ന് അന്വേഷിക്കാം. വാ. കാണുന്നില്ലേ? ഇന്ന് ചില സംഭവങ്ങളുണ്ടായി. മനുസാറിന്റെ കർണത്തെ അവൾ അടിച്ചു, എന്നിട്ട് ഓടിപ്പോയി. അയാളോടൊന്ന് ചോദിക്കാം. ആ, നീ പോയി ചോദിച്ചതോ? ചേട്ടാ, ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഈ കൊച്ച് താഴ്വാരത്തേക്ക് പോകുന്നുണ്ട്. ഒരു 3 മണിയായി കാണും. സാറേ, എന്താടോ? അവള് പണിയൊന്നാ തോന്നുന്നേ. അഞ്ജനെ കാണാനില്ല. അതിനെനിക്കെന്താ? നാട് മുഴുവൻ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. നമ്മളും കുടുങ്ങും. എന്തൊക്കെ വിട്ടിത്താടോ താനീ വിളിച്ചു പോകുന്നേ? അവള് നാട് വിട്ടേനെ നമുക്കെന്താ? അവളുടെ പേരിൽ നമ്മളല്ലേ കേസ് കൊടുക്കേണ്ടത്? എന്റെ കർണത്ത് അവളല്ലേ അടിച്ചത്? പോലീസ് അന്വേഷിച്ചു തുടങ്ങിയ എവിടം തൊട്ട് അന്വേഷിക്കുക? ഗസ്റ്റ് ഹൗസിലെ റേപ്പ് ശ്രമം മറന്നോ? എന്നോട് ചിലപ്പോ ദേഷ്യം തോന്നുന്നുണ്ടല്ലേ? ഞാനൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നതല്ല. ഇപ്പോഴത്തെ ടെൻഷൻ എന്താണെന്നറിയോ? പ്രതിഭയുടെ പുന്നാരമോൻ മനു മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളുണ്ടെന്ന്. നമ്മുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കുമെന്ന എന്റെ ഭയം. കുഞ്ഞിലെ അവനെ കൊഞ്ചിച്ച് നടന്ന ആളല്ലേ? ഇപ്പോഴും ഇഷ്ടമല്ലേ?
എനിക്കറിയാം, അവനും പ്രതിഭയെ അത്രയ്ക്ക് കാര്യ. എന്താ? അഞ്ജന എന്ന തൊഴിലാളി പെണ്ണ് അറിയാം. അന്വേഷണം വന്നാൽ വൈസ് ചെയർമാനുമായും കണക്ട് ചെയ്യും മാഡം. ആ മല്ലിക, ഞാൻ വിളിക്കാം. രാജുവേട്ട, ഞാനും കാര്യം അറിഞ്ഞിട്ടാ വന്നത്. സംഭവം മനുവിനെ ഫോക്കസ് ചെയ്യുന്ന എന്റെ ഭയം. സാധ്യതയേറെ. അവൾ മരിക്കുമെന്ന് മനുവിനോട് പറഞ്ഞിട്ടാ പോയത്. ഇതിനു മുൻപും ഒരു റേപ്പ് അറ്റംപ്റ്റ് നടന്നതാണ്. ഇവനെ ഞാൻ എന്താ ചെയ്യും? പെണ്ണ് ആത്മഹത്യ എങ്ങാനും ചെയ്താൽ മനുവിന് രക്ഷപ്പെടാൻ കഴിയില്ല. ദേ, ആ കാണുന്ന ആത്മഹത്യാ മുനമ്പില് വൈകുന്നേരം ഒരു 5 മണിയായി കാണും. എന്നിട്ട് അയ്യോ, ആ കൊച്ചു ചാടാൻ പോകണത്. അയ്യോ, ആ കൊച്ചിതെവിടെ പോയി? തീരുമാനം മാറ്റി ചിലപ്പോൾ മടങ്ങിയെങ്കിലും എന്നാ പിന്നെ ഞാൻ കാണത്തില്ലേ?